ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് ട്രമോണ്ടിനാൻ്റെ ഒരു UNA കുക്ക് വെയർ സെറ്റ് 7 പീസസിൻ്റെ ഒരു കുക്ക് വെയർ സെറ്റാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ UAE മൂവ് ചെയ്തതിന് ശേഷം നോൺ സ്റ്റിക്ക് പാൻസ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ഹെൽത്തിയർ ഓപ്ഷനിലേക്ക് കടക്കണമെന്ന് കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കുമല്ലോ എന്നോർത്തിട്ടാണ്. പക്ഷെ ഞാനത് എക്സ്പെക്ട് ചെയ്തില്ല. ഹസ്ബൻഡ് പെട്ടെന്ന് സർപ്രൈസ് ആയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. സോ ഇനി നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഒരു സോസ് പാനാണ്. അത്യാവശ്യം വലിപ്പമുള്ള എന്നാൽ ഹാൻഡിൽ ചെയ്യാൻ ഈസി ആയിട്ടുള്ള ഒരു സൈസാണ്. അത് നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. ആൻഡ് ട്രമോണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. അതിൻ്റെ ഒരു അടപ്പുണ്ട് കേട്ടോ. ഈ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡ് ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു ബ്രാൻഡാണ്. പക്ഷേ ഇതൊരു ബ്രസീലിയൻ ബ്രാൻഡാണ്. വളരെ ഡ്യൂറബിൾ ആയിട്ടുള്ളൊരു ബ്രാൻഡായിട്ടാണ് ഞാൻ ഇതിനെപ്പറ്റി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്. ആൻഡ് എനിക്കിതിപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കുറച്ച് ദിവസം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ റിവ്യൂ ഇടുന്നത്. ആൻഡ് ഇതൊരു കടായി പോലെ, ഒരു ഫ്രൈങ് പാൻ പോലെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു തോരനോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാനാണ്. അതിൻ്റെ ബോട്ടം എന്ന് പറയുന്നത് ട്രൈ പ്ലൈ ബോട്ടമാണ്. അപ്പോൾ നല്ല കട്ടിയുള്ളൊരു ബോട്ടമാണ് പറയുന്നത്. പിന്നെ എപ്പോഴും എല്ലാത്തിനും ആപ്റ്റായിട്ടുള്ള അടപ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. എപ്പോഴും എൻ്റെ മനസ്സിൽ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ എന്ന് പറയുമ്പോൾ വിചാരിക്കുന്നത് പെട്ടെന്ന് അടിഭാഗം ഡാർക്കാകും, ആ ഒരു ഭംഗി പെട്ടെന്ന് പോവും എന്നൊക്കെയുള്ളൊരിതായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മാനുവലൊക്കെ നോക്കിയപ്പോഴാണ് അതിൽ പറയുന്നത് നമ്മളെപ്പോഴും ഒരു മീഡിയം റേഞ്ചിലാണ് തീ വെക്കാവുള്ളൂ. ഹൈ ഫ്ലെയിമിലേക്കൊന്നും വെക്കുകയേ ചെയ്യരുതെന്ന് ഇവർ പ്രത്യേകം പറയുന്നുണ്ട്. എസ്പെഷ്യലി ഇൻഡക്ഷൻ ആണെങ്കിലും നമ്മളെപ്പോഴും മീഡിയം ഫ്ലെയിം തന്നെ കീപ്പ് ചെയ്യാൻ നോക്കണം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള വേറൊരു പാത്രം നമുക്കിപ്പം എന്താ പറയുക, ഒരു ബോയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന പോലത്തെ ഒരു പാത്രം, ഒരു ബോയിലിംഗ് പോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയാണ് നമ്മുടെ മെയിൻ സംഭവം വരാനിരിക്കുന്നത്. നമ്മൾ ബേസിക്കലി ഇപ്പം ബിരിയാണിയൊക്കെ ഒരു 2 പേർക്കൊക്കെ ഉണ്ടാക്കാൻ കുക്കർ മതിയാവും. എന്നാലും ഒരു അതിലും കൂടുതൽ ആളുകൾ കഴിക്കാനുണ്ടെങ്കിൽ നമ്മൾ പാൻ ഇല്ലാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഒരു ബിരിയാണി പോട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ കുക്ക് വെയർ സെറ്റ്സിൻ്റെ ഒക്കെ ഒരു സ്പെസിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ട്രൈ പ്ലൈ ബേസ് ആണെന്ന്. അപ്പോൾ ട്രൈ പ്ലൈ എന്ന് പറയുമ്പോൾ ഒന്ന് സ്റ്റെയിൻലെസ് സ്റ്റീൽ, അലുമിനിയം, വീണ്ടും സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഇത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്യുന്ന ഒരു 3 ബേസ് ബോട്ടം ആണ് വരുന്നത്. മിറർ ഫിനിഷ് ആണ്. ഡിഷ് വാഷർ സേഫ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ യൂട്ടൻസിൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ. അപ്പോൾ ആ ഒരു ബിരിയാണി ചെമ്പ് 3.2 ലിറ്റേഴ്സിൻ്റെയാണ്. ആൻഡ് ടോട്ടലി എല്ലാം അടിപൊളി ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. നമ്മൾ സ്റ്റീൽ പാത്രത്തിലൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ ഓയിലൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മുടെ ഒരു കുക്കിംഗ് പോലെ ഇരിക്കും അതിൻ്റെ ഒരു ഡ്യൂറബിലിറ്റി നമ്മൾ കെയർ ചെയ്യുന്ന പോലെ. ഇപ്പോൾ ട്രമോണ്ടിയുടെ സൈറ്റ് UAE സൈറ്റിൽ നോക്കുകയാണെങ്കിൽ 499 ദിർഹത്തിന് ഓഫറിന് കിട്ടും. സൈറ്റിൽ കാണിച്ചിരിക്കുന്ന ആക്ച്വൽ പ്രൈസ് 699 ദിർഹമാണ്. നാട്ടിലെ പ്രൈസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് നല്ല എമൗണ്ട് ആവും. നാട്ടിൽ ഒരു സിംഗിൾ പീസിന് തന്നെ 4000 എബോ ആണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യമായിട്ട് കുക്ക് ചെയ്തത് ഒരു ബിരിയാണിയാണ്. ആൻഡ് ബൈ ദ വേ നമ്മളിത് കുറച്ചുകൂടെ ഓഫറിന് UAE ലുലു സ്റ്റോറിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ചുകൂടെ ഓഫർ റേറ്റിന് കിട്ടി. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ബിരിയാണിയാണ്. ഈ ഒരു പർട്ടിക്കുലർ യൂട്ടൻസിൽ യൂസ് ചെയ്തിട്ട് നല്ല കിഡിലൻ ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് പെർഫെക്റ്റ് വേവും ഒക്കെ ആയിട്ട് അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു. നിങ്ങളിത് ഓഫറിന് വാങ്ങിച്ചാൽ ഇറ്റ് വിൽ ബി എ സ്റ്റീൽ ടീ. ട്രമോണ്ടിന നല്ലൊരു ബ്രാൻഡാണ്. ഇതുവരെ യൂസ് ചെയ്തിട്ട് നന്നായിട്ടുണ്ടായിരുന്നു. തീയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ യൂസ് ചെയ്താൽ നല്ല അത്യാവശ്യം നന്നായിട്ട് ഡ്യൂറബിൾ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ആൻഡ് ഇറ്റ്സ് എൻ അമേസിങ് ബിരിയാണി. നമ്മൾ ഈദിനോട് ചേർന്ന് വെച്ചൊരു ബിരിയാണി ആയിരുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മൂവി.